Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് മൂന്ന് ബെസ്റ്റ് ക്യാമറാസ് ഫോർ വ്ളോഗിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് പർപ്പസ് ആയിക്കോട്ടെ വ്ളോഗിങ്ങിന് ആയിക്കോട്ടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ബെസ്റ്റ് ക്യാമറാസ് അണ്ടർ ബഡ്ജറ്റ് 15,000 തൊട്ട് 50,000 വരെയുള്ള റേഞ്ചിൽ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറാസിൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ നമ്മൾ എന്താ പറയുക മെയിനായിട്ട് നമ്മുടെ മിറർലെസ് ക്യാമറാസ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാം നോർമലി ഈ വ്ളോഗ് ചെയ്യാനൊക്കെ മിറർലെസ് ക്യാമറാസൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പോരാത്തത് നിങ്ങൾക്ക് 50,000 റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മിറർലെസ് ക്യാമറാസുകളൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ZV-E10 തന്നെ ഓൾമോസ്റ്റ് 60,000-65,000 രൂപ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് കിറ്റ് കിട്ടാം. ബോഡി ഇറക്കം തന്നെ നിങ്ങൾക്ക് ഒരു 55,000 റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പെൻഡലിൽ ഉള്ള ഈ സാധനം നമ്മുടെ ഈ കാനോൻ്റെ R50V എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ട്. ഇതതിൻ്റെ വൈറ്റ് ആണ്. വി എന്ന് പറഞ്ഞൊരു എന്താ പറയുക വ്ളോഗിങ് സ്റ്റൈൽ ആയിട്ടുള്ള അത് പക്ഷേ 74-75 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 50,000 റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ മിറർലെസ് ക്യാമറാസൊക്കെ ഭയങ്കര കുറവാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയാൻ പോകുന്നത് നമ്മുടെ DJIൻ്റെ ക്യാമറാസാണ് മെയിനായിട്ട്. ഞാൻ GoPro തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ Insta360 വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അതിനെക്കാട്ടൊക്കെ കുറച്ച് ഭയങ്കര ബെറ്റർ ആണ് കേട്ടോ DJI. സർവീസ് വൈസ് ആയിക്കോട്ടെ DJIൻ്റെയും Insta360യുടെയും സർവീസ് അത്യാവശ്യം ഓൾമോസ്റ്റ് ഈക്വലാണ്. ഗോപ്രോൻ്റെ 1 year വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദൂരെ കളയാനേ പറ്റുള്ളൂ. പണ്ടത്തെ നമ്മൾ പറയാറില്ലേ ലോക്കൽ ചൈനീസ് ഐറ്റം കഴിഞ്ഞാൽ വാറണ്ടി ഒന്നുമില്ല, കാശ് ഉടനെ വരെ ഉപയോഗിക്കാം, അത് കഴിഞ്ഞാൽ ദൂരൊക്കെ വലിച്ചെറിയാന്ന് പറയുന്ന പോലെ തന്നെ അവസ്ഥയാണ് ഗോപ്രോൻ്റെ. എന്ന് വെച്ചാൽ അവരുടെ പോളിസി എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഈ മൂന്ന് ബ്രാൻഡുകൾക്കും DJIക്കും Insta360ക്കും GoProന് ഇന്ത്യയിലെ ഒറിജിനൽ ഒഫീഷ്യൽ വാറണ്ടി സംഭവമൊന്നുമില്ല. എല്ലാം തേർഡ് പാർട്ടി ഏജൻസികളാണ് സർവീസ് ചെയ്യുന്നത്. അവർ ഓരോ തേർഡ് പാർട്ടി ഏജൻസിയും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇവരുടെ 3 പേരുടെയും. അപ്പോൾ ഈ ബാക്കിയുള്ളവരുടെ ഇതിൽ 3 പേരായാലും അണ്ടർ വാറണ്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി റീപ്ലേസബിൾ വാറണ്ടിയാണ് കിട്ടുന്നത്. ഒരു 90% നമുക്ക് പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരും. അങ്ങനത്തെ വാറണ്ടിയാണ് അവർ ചെയ്യുന്നത്. മുംബൈ പൂനെയാണ് അവരുടെ മെയിൻ ഓഫീസുകളൊക്കെ വരുന്നത്. നമുക്ക് അയക്കേണ്ടതൊക്കെ വരും, നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ. അല്ലാത്ത പക്ഷം ഇതിപ്പോൾ DJIൻ്റെയും Insta360യുടെയും കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാറണ്ടി കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പയർ കിട്ടും, കാശ് കൊടുത്താൽ മതി, ആ പാർട്സിൻ്റെ പ്രൈസ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡും ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ Action 4 ആണ്, നിങ്ങൾക്ക് 5ലേക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ആ ഡിഫറൻസ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പുതിയ 5 Pro അയച്ചു തരും. അതാണ് അവരുടെ വാറണ്ടി. അതേ സെയിം പരിപാടി തന്നെയാണ് നമ്മുടെ Insta360യും ചെയ്യുന്നത്. പക്ഷേ GoPro ഔട്ട് ഓഫ് വാറണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല, സർവീസും ഇല്ല, ഒന്നുമില്ല, ഒരു വാങ്ങിയില്ല, എടുത്ത് ദൂരെ കളഞ്ഞോളാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GoPro വാങ്ങിക്കുന്നവരൊന്ന് സൂക്ഷിച്ച് വാങ്ങിച്ചാൽ മതി. ഞാൻ അതുപോലെ ആദ്യത്തെ GoPro യൂസറായിരുന്നു, GoPro 9ഉം 10ഉം. അതോടെ എനിക്ക് GoPro മതിയായി. 13 ആയാലും അവർ വലിയ ഡിഫറൻസ് ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ. ക്വാളിറ്റിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്, പക്ഷേ ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ അവരുടെ സോഫ്റ്റ്വെയർ ഭയങ്കര മോശമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മെമ്മറി കാർഡൊക്കെ വിട്ടിട്ട് ഒരു പകുതി, ഇപ്പോൾ 64 GB മെമ്മറി കാർഡ് ഇട്ടുകഴിഞ്ഞാൽ ഒരു പകുതി മെമ്മറി കാർഡ് യൂസേജ് ആയി കഴിഞ്ഞാൽ സാധനം ഭയങ്കര ലാഗിങ് ആണ്. നമ്മുടെ പണ്ടത്തെ ആൻഡ്രോയിഡ് ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് പണ്ടത്തെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കും, അങ്ങനത്തെ സ്ഥിതിയാണ്. അപ്പോൾ അത് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 12 ആയിക്കോട്ടെ 13 ആയിക്കോട്ടെ. പിന്നെ നമുക്ക് അക്സസറീസ് കിട്ടാനും അങ്ങനത്തെ കുറേ ഇഷ്യൂസുകളുണ്ട് GoProന്. അമേരിക്കൻ ബ്രാൻഡാണ് GoPro, അറിയാത്തവർക്ക്. ഈ DJI എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. അപ്പോൾ ഈ ചൈനീസിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും പറയരുത്, സാധനം കിടില്ലെന്നാണ്, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന 3 നമ്മുടെ ഈ 3 നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ആക്ഷൻ്റെയിലുള്ളത് Action 4 ആണ്. Action 5 ആയാലും കുഴപ്പമില്ല, ഒരു 5,000-6,000 രൂപ ഡിഫറൻസ് വരുന്നുള്ളൂ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇന്റേണൽ മെമ്മറി വന്നിട്ടുണ്ട്, സെൻസറൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതും കിടിലൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് കമ്പാരിസൺ വീഡിയോ ഒക്കെ പോയി കണ്ടുനോക്കാം. കിടിലൻ സാധനം തന്നെയാണ്. Action 4 ഇപ്പോഴും നിങ്ങൾക്ക് സുഖം എടുക്കാം. സ്റ്റാൻഡ് അലോൺ പാക്കേജിന് 30,000 വരുന്നുണ്ട്. കോംബോ കിറ്റ് ആകുമ്പോൾ 35,000 വരുന്നുണ്ട്. മറ്റേതാകുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ റേറ്റ് തന്നെ വരുന്നുണ്ട്. Action 5 Pro ആയാലും നമുക്കതിൽ മെയിനായിട്ട് വരുന്നത് അതിൽ ഡിഫറൻസ് ഇന്റേണൽ മെമ്മറി വരുന്നുണ്ട്. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് വരുന്നത്. അതിൽ 45-42 GB ആണ് ഇന്റേണൽ മെമ്മറി നമുക്ക് വരുന്നുണ്ട്. അതിൽ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത്രയും പ്രൈസ് കൊടുക്കാൻ എനിക്ക് വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഇല്ലെന്നുണ്ട്. 5,000-6,000 രൂപ പ്രൈസ് ഡിഫറൻസ് നമുക്ക് വരുന്നുള്ളൂ. ഇത് ആക്ച്വലി നിങ്ങൾക്കൊരു 30,000 റേഞ്ചിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു ക്യാമറ, അതായത് ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നില്ല, എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സ്റ്റാൻഡ് അലോൺ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ആക്ഷൻ ക്യാമറ അല്ലാണ്ട് തോന്നില്ല. ഇതിൽ ഞാൻ കുറേയൊക്കെ നമ്മുടെ കാറിലത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇതിലാണ് എടുക്കാറ്. നിങ്ങൾക്ക് പോയി കണ്ടുനോക്കാം. നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ നമ്മുടെ Ray-Ban മെറ്റാ ഗ്ലാസിൻ്റെ വീഡിയോ ഇതിലെടുത്തേക്കുന്നത്. പിന്നെ അതിന് മുമ്പ് നമ്മുടെ റോർ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ ഇതിലെടുത്തേക്കുന്നത്. അറിയില്ല കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ ഒരു ഫിഷ് ഐ പോലത്തെ ഇഫക്റ്റ് ഒന്നും നോർമലി നമ്മുടെ ആക്ഷൻ ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ ഫിഷ് ഐ ഇഫക്റ്റ് വരും, അതൊന്നും ഇതിൽ വരില്ല കേട്ടോ. ഇതിൽ സ്റ്റാൻഡ് മോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്യാമറ എടുക്കുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 90-95% അതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഞാനിതിൻ്റെ Action 5ൻ്റെ വില എന്ന് റേറ്റ് ഒന്ന് നോക്കട്ടെ, അതിനനുസരിച്ച് എന്നിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക്. Action 5 അല്ല, Action 5 Pro ആണ് കേട്ടോ.
DJI Action 4 അഡ്വഞ്ചർ കോമ്പോന് നമുക്ക് 35,000 വരുന്നുണ്ട്. നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, 10,000 ഡിഫറൻസ് ഉണ്ട്. DJI Osmotion 5 Proന്റെ അഡ്വഞ്ചർ കോമ്പോന് ആകുമ്പോൾ 46,000 വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 10,000 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പോയാൽ മതി. ഒരു വലിയ മാറ്റമൊന്നും വരില്ല 10,000 രൂപയ്ക്കുള്ളത്. നിങ്ങൾക്ക് അതിന് 10,000 എടുത്ത് കഴിഞ്ഞാൽ വേറെ സംഭവങ്ങൾ മൈക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ Action 4ലേക്ക് പോയാൽ മതി. ഒരു 5ലേക്കും പോകണ്ട, 5 Proയിലേക്കും പോകണ്ട, ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ്, കമ്പാരിസൺ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മൈൽഡ് ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 30,000 റേഞ്ചിലുള്ളതാണ് നമ്മുടെ DJIൻ്റെ Action 4. നിങ്ങൾക്ക് ഒരു 15,000 രൂപയുടെ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DJIൻ്റെ Action 2 എടുക്കാം. ഈ സാധനം 2 കൊല്ലം 3 കൊല്ലം മുമ്പത്തെ ഡിവൈസാണ്. പക്ഷേ ഇത് അതിൻ്റെ പുതിയ മോഡലാണ്. ഇന്റേണൽ നമുക്ക് 128 GB വരുന്ന ഒരു ഇന്റേണൽ മോഡലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ ബോക്സിലാണ് നമുക്ക് അക്സസറീസും അതുപോലെ തന്നെ എന്താ പറയുക കേസിങ്, ഇത് ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നൊരു മോഡലാണ്. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട് ആഫ്റ്റർ അപ്ഡേറ്റും. അതുപോലെ തന്നെ ഈ കേസ് ഇട്ട് ഉപയോഗിക്കുമ്പോഴും കുറേയൊക്കെ നമുക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞാനൊരു 30 മിനിറ്റ് ഒരു 25 മിനിറ്റ് ഒക്കെ സാധനം ഇട്ടിട്ട് നോക്കി. പ്രത്യേകിച്ച് 4K ഇടുമ്പോഴാണ് മെയിനായിട്ട് ഹീറ്റ് വരുന്നത്. 1080p-ലായിക്കോട്ടെ 2K-ലായിക്കോട്ടെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം ഒരു 40 മിനിറ്റ് ഒക്കെ ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പവർ മോഡുകൾ കിട്ടുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെയാണ് നമുക്കിപ്പോൾ വരുന്നത്. കണ്ടോ, ഇത് തന്നെയാണ് നമുക്കിത് തന്നെ വാട്ടർ പ്രൂഫാണ്. ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. Action 4 ഫുള്ളി വാട്ടർ പ്രൂഫാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. അതിൻ്റെ കൂടെ നമുക്ക് അക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആവശ്യമുള്ള എല്ലാ അക്സസറീസും നമുക്ക് DJIൻ്റെ ബോക്സിൽ തന്നെ കിട്ടും. 50,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനമാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ DJIൻ്റെ Pocket 3. ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡ് അലോൺ പാക്കേജാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അക്സസറീസ് ഫുൾ സെപ്പറേറ്റ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. DJIൻ്റെ ഈ സാധനമൊക്കെ ഇവരുടെ കോംബോ പാക്കറ്റിൽ വരുന്നത് 70,000 രൂപയാണ് കോംബോന് വരുന്നത്. ആ സാധനമാണ് ഞാൻ എൻ്റെ ഇരിക്കുന്നത്. ഇത് ഞാൻ 1,500 രൂപയ്ക്ക് എക്സ്ട്രാ വാങ്ങിച്ചാൽ. അങ്ങനെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് ലാഭം വരും കേട്ടോ. പിന്നെ നമുക്ക് DJIൻ്റെ മൈക്ക്, ഇതിപ്പോൾ എൻ്റെ DJIൻ്റെ മൈക്ക് മിനിയാണ്. ഇതിനും ഓൾമോസ്റ്റ് 8,500 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ, ഇൻക്ലൂഡിങ് റിസീവർ കിറ്റ്. ഇപ്പോൾ നമ്മുടെ ക്യാമറയിൽ വെച്ചിരിക്കുന്ന സാധനമാണ്. എന്നിട്ടും നമുക്ക് അപ്പോൾ ലാഭിക്കാം. മച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ ആ കോംബോ വാങ്ങിക്കുമ്പോൾ DJIൻ്റെ മൈക്കിൻ്റെ റിസീവറും ട്രാൻസ്മിറ്റർ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നത് നമ്മളൊരു എന്താ പറയുക ഇതുപോലെ ഒരു മിനി ട്രൈപോഡാണ്. അത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ DJIൻ്റെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല, ഒരു കാര്യമില്ല. ഇതിന് 500 കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ നോർമൽ സാധനം കിട്ടും. DJIൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1,500 കൊടുക്കാമെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്കൊരു ഡിഫറൻസ് ഉള്ളത് പവർ മോഡ്യൂൾ. DJIൻ്റെ പവർ മോഡ്യൂൾ ഉണ്ടല്ലോ, അതും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. 3,500 സംതിങ് രൂപയുള്ളൂ ഓഫ്ലൈൻ വാങ്ങിക്കണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സാധനം കിട്ടും 2,500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ ആ പവർ കോംബോ ബണ്ടിൽ വാങ്ങിക്കാൻ. എന്താ വെച്ചാൽ ഒരു 20,000 രൂപ ഓൾമോസ്റ്റ് നഷ്ടമാണ് അതിൽ കേട്ടോ, കൂടുതലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ Pocket 3. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കിടിലൻ ക്വാളിറ്റിയാണ് കേട്ടോ. 1 ഇഞ്ചിൻ്റെ സെൻസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ കിടിലൻ സാധനമാണ് ഈ സാധനം. അത്യാവശ്യം നല്ല ബാക്കപ്പ് ഇടുന്നുണ്ട്. ഒരു 40-45 മിനിറ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ബാക്കപ്പ് ഇടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിനാകെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതുപോലെ തന്നെ ഗിംബിൾ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കെയർഫുൾ ആയിരിക്കണം. നിലത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. അങ്ങനത്തെ ഒരു കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ആക്ഷൻ ബൈക്കിൽ നമുക്ക് വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ അപ്പോൾ എന്താ പറയുക പാക്കേജിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്റ്റീവ് കേസും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. ഇഷ്ടം പോലെ സുഖമായിട്ട് വലിച്ചെറിഞ്ഞ് നല്ല ഹാർഡായിട്ട് റഫായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഈ മിറർലെസ് ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡീസൻ്റ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കിടലൻ സാധനമാണ്. പറയുമ്പോൾ ഇത്രേ ഉള്ളൂ സാധനം. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ പൊന്നിച്ച് കഴിഞ്ഞാൽ സാധനം ഓണാവും, കമ്പ്യൂട്ടറിൻ്റെ പോലെ കണ്ടു. പക്ഷേ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നല്ല ഇതിലും ക്വാളിറ്റി തന്നെ. ഞാൻ റിവ്യൂ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 സാധനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളൊരു 15,000 തൊട്ട് 50,000 റേഞ്ചിൽ നിങ്ങളൊരു വ്ളോഗിങ്ങിന് ഒരു ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡിയോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കട്ടെ. ഇതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോ ക്യാമറ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ് ആയാൽ മതി, അത്യാവശ്യം നോർമൽ ലൈറ്റ് ഉണ്ടായാൽ മതി. എന്നാൽ സുഖമായിട്ട് കിട്ടും കേട്ടോ, നല്ല ക്വാളിറ്റിയിൽ കിട്ടും. നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 നോക്കാം കേട്ടോ. 15,000 തൊട്ട് 50,000. ഈ സാധനത്തിന് നോർമൽ ഈ സെയിം നോർമൽ ഇതിൻ്റെ ക്യാമറയും ഈ കേസും മാത്രമായിട്ടുള്ള സ്റ്റാൻഡ് ലോൺ പാക്കേജ് ഉണ്ട്. അതിന് 50,000 രൂപയാണ് വരുന്നത്. ആമസോണിൽ അവൈലബിൾ ആണ് 49,000 സംതിങ്. അതിൻ്റെ 3 ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ ആമസോണിൽ കൊടുക്കുന്നുണ്ട്. ഇത് 3 ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിക്കുന്നത്. അല്ല, എക്സെപ്റ്റ് നമ്മുടെ Action 2 ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. അത് ഫാസ്റ്റ് ഡെലിവറി ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ആമസോൺ കുറച്ച് ലേറ്റ് ഡെലിവറി കാണിക്കുന്നത്. ബാക്കി 3 ഞാൻ ഇതെന്നാണ് വാങ്ങിച്ചത്. എന്താ വെച്ചാൽ അമ്മച്ചേന് 15-16 രൂപയുള്ളൂ. അപ്പോൾ റിസ്ക് ഞാൻ കുറച്ചെടുത്ത് പോട്ടാൻ എടുത്തിട്ട് ഞാൻ കടന്നെടുത്താണ്. മച്ചാനൊക്കെ 50,000 രൂപ 35,000 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഇവർ കാട്ടിക്കൂടെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ആമസോൺ തന്നെ ഓർഡർ ചെയ്ത്. പറയുമ്പോൾ ഈ Pocket 3 നമുക്ക് ഡെലിവറി ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 5-6 ദിവസം എടുത്തു. പറയുമ്പോൾ ഞാൻ പ്രൈം മെമ്പറാണ്, എന്നിട്ട് പോലും 5-6 ദിവസം എടുത്തു. അപ്പോൾ അത് കുറച്ച് ലാഗിയാണ്, ഇപ്പോഴും ലാഗിങ് തന്നെ കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു നല്ല കിടിലൻ ഡീലാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ സാധനം. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു
ഞാനത് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചെടുത്ത് ഇരിക്കേണ്ടതാണ് ഇത് എടുക്കണം എന്ന് വെച്ചിട്ട്. എന്നുവെച്ചാൽ പ്രൈസ് കുറച്ച് അത്യാവശ്യം ഉണ്ടല്ലോ. ഒരു നമ്മുടെ മിറർലെസ് ക്യാമറയുടെ പ്രൈസ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് 50,000 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര കാലം എടുക്കാണ്ടെന്നാണ്. പക്ഷേ ഈ സാധനം കീഴിലാണ് സാധനമാണ് കേട്ടോ, അത് രക്ഷയില്ല. ഇതിൽ ഞാൻ സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞൊരു മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത് 64 GB. പിന്നെ ഫാസ്റ്റ് ചാർജിങ് കിട്ടാം, പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ആവും. ഞാൻ ഇതിൻ്റെ ഷോർട്സ് കിട്ടുന്നു ചാർജിങ്ങിൻ്റെ, പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ആവട്ടെ, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് ഈ ടാഗും കിട്ടും ഇൻബിൽഡായിട്ട്, ഡിജൈൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉള്ളത് കിട്ടിയാലും സാധനം ഉണ്ടാകും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 ക്യാമറാസാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വ്ളോഗിങ്ങിന് 15,000 തൊട്ട് 50,000 രൂപയുടെ റേഞ്ചിൽ വരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളിതൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് കേട്ടോ. ഞാൻ സിസ്റ്റം ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ, ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കണ്ട. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം.